നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിച്ചതോടെ ബഹ്റൈനിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്കെത്തി. രാജ്യത്തെ റോഡുകൾ, ഷോപ്പിംഗ് മാളുകൾ, പൊതുസൗകര്യങ്ങൾ എന്നിവയുടെ ഉപയോഗം സാധാരണ നിലയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെയും ജനങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ മന്ത്രാലയങ്ങൾ സ്വീകരിച്ച നടപടികളിൽ ജനങ്ങൾ സഹകരിച്ചതിൽ നന്ദി അറിയിക്കുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമഗ്രമായ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ ബഹ്റൈൻ സ്വാഗതം ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും പിന്തുണ നൽകുന്നതിനുമുള്ള തീരുമാനമാണിതെന്നും ബഹ്റൈൻ വ്യക്തമാക്കി. സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ബഹ്റൈന്റെ നിലപാട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റൈനിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്നും സജീവമായി നിലനിൽക്കുന്ന കേരള നേറ്റീവ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സൽമാബാദ് അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി ചേർന്ന് ജൂൺ 27 വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ റാഫ്കോ കമ്പനിയുടെ ചിത്ര ലേബർ ക്യാമ്പിൽ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിൽ KNBA ചെയർമാൻ രഞ്ജിത്ത് കുരുവിള, KNBA രക്ഷാധികാരി മോബി കുര്യാക്കോസ്, KNBA പ്രസിഡന്റ് അനിൽ PG, KNBA സെക്രട്ടറി ഷിജോ തോമസ്, KNBA ട്രഷറി ഡെൽഫിൻ കൂടാതെ KNBA മെമ്പേഴ്സും പങ്കെടുക്കുമെന്നും മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ഷിജോ തോമസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 666-2366-2 3229-32423 അല്ലെങ്കിൽ 333-71-095 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. BMC ന്യൂസിലൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് ആക്രമിക്കേണ്ടി വന്നതിൽ ഇറാൻ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചതായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനി അറിയിച്ചു. സംഭവത്തെ തുടർന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുമായി സംസാരിച്ച ഇറാൻ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു. ഖത്തറും US തമ്മിലുള്ളത് പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണെന്നും അത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുമെന്നും ഇറാൻ ഖത്തറിന്റെ നയത്തിലേക്ക് വരണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. സംഘർഷമില്ലാത്ത സൗഹൃദ രാജ്യങ്ങളായി തുടരണമെന്നും ഗൾഫ് രാജ്യങ്ങൾ മേഖലയിൽ അതിന് നേതൃത്വം നൽകുമെന്നും ഖത്തർ പറഞ്ഞു. ഖത്തറിനെതിരായ ഒരു തരത്തിലുള്ള ആക്രമണവും നിയമലംഘനങ്ങളും അനുവദിക്കില്ലെന്നും മേഖലയിലെ എല്ലാ രാജ്യങ്ങളുമായും സമാധാനപരമായ ബന്ധമാണ് ഖത്തർ ആഗ്രഹിക്കുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്നലെ ഖത്തർ സമയം വൈകിട്ട് 7:30 US സൈനിക താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ അംബാസഡറെ വിളിച്ചുവരുത്തി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിരുന്നു. സംഭവത്തിൽ UN സെക്യൂരിറ്റി കൗൺസിലിനും സെക്രട്ടറി ജനറലിനും ഖത്തർ കത്തയക്കുകയും ചെയ്തിരുന്നു. നീണ്ട ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ അംഗീകരിച്ചു. സമവായം സാധ്യമാകുന്നത് കനത്ത നാശം വിതച്ച 12 ദിവസത്തെ നേർക്കുനേർ ആക്രമണത്തിന് പിന്നാലെ. ബഹ്റൈൻ സമയം ഇന്ന് രാവിലെ 7 മണിയോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതെന്ന് ഇറാൻ പ്രസ് TV അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം നടത്തിയത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിക്കരുതെന്നും ട്രംപ് പറഞ്ഞു. 2 ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര
അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും നടത്തിയത്. ഇസ്രായേലിലെ ബീർഷെബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി. ഖത്തറിലെയും ഇറാഖിലെയും വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കാൻ ശ്രമം തുടരുന്നുവെന്ന് എയർ ഇന്ത്യ. മധ്യേഷ്യയിലേക്കുള്ള സർവീസുകൾ പരമാവധി നാളേക്കകം പുനരാരംഭിക്കും. യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള നേരത്തെ റദ്ദാക്കിയ സർവീസുകൾ പുനരാരംഭിക്കുമെന്നും യുഎസിലേക്കും കാനഡയിലേക്കുമുള്ള പല സർവീസുകളും ഉടൻ പുനരാരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുന്നുവെന്നും സുരക്ഷിതമല്ലാത്ത വ്യോമപാതകൾ ഒഴിവാക്കുന്നത് തുടരുമെന്നും കമ്പനി അറിയിച്ചു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഖത്തർ വ്യോമപാത അടച്ചത് ഇന്ത്യയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളെ ആകെ ബാധിച്ചിരുന്നു. ദില്ലിയിൽ, മുംബൈ, ചെന്നൈ വിമാനത്താവളങ്ങൾക്കൊപ്പം കേരളത്തിലെ കരിപ്പൂർ, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നടക്കം 80ഓളം സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു. നിരവധി വിമാനങ്ങൾ മണിക്കൂറുകൾ വൈകിയും പറന്നു. എയർ ഇന്ത്യയ്ക്ക് പുറമെ ഇൻഡിഗോയും സർവീസുകൾ നിർത്തിവെച്ചെങ്കിലും രാവിലെ 6:30 അത് പുനരാരംഭിക്കുകയാണെന്ന് അറിയിച്ചിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയത് കരിപ്പൂരിൽ നിന്നാണ്. എയർ ഇന്ത്യയുടെ മാത്രം 5 വിമാനങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് റദ്ദാക്കിയത്. മസ്കറ്റ്, ഷാർജ, അബുദാബി, ദമാം, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളായിരുന്നു ഇവ. വീണ്ടും ഒരു ഇടവേള. ആശങ്കകൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നാളെ ബഹിരാകാശത്തേക്ക് പറക്കും. ഇന്ത്യൻ സമയം 12:01 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാകും വിക്ഷേപണം. നേരത്തെ വിവിധ കാരണങ്ങളാൽ 5 തവണയാണ് വിക്ഷേപണം മാറ്റിയത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് ശുക്ലയും സംഘവുമായി കുതിക്കുക. ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലാണ് അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുക. അമേരിക്കൻ കമ്പനിയായ ആക്സിയം സ്പേസ്, നാസ, സ്പേസ് എക്സ്, ISRO എന്നിവയുടെ സഹകരണത്തോടെയാണ് ദൌത്യം. ശുക്ലയും സംഘവും നിലയത്തിൽ പ്രവേശിച്ച് 14 ദിവസം നിലയത്തിൽ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശേഷം മടങ്ങും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനായിരിക്കും ശുക്ല. ഇതോടെ നാസയുടെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന പദവിയും ശുക്ലയ്ക്ക് സ്വന്തമാകും. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നത് ഗുരുദേവന്റെ ആശയമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു റോഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ പരിശോധന നടക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും അദ്ദേഹം അറിയിച്ചു. മോദി ഒരു ശുപാർശയുമില്ലാതെയാണ് ശിവഗിരിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് എന്നും സ്വാമി സച്ചിദാനന്ദ കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ബലം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതിനായി 1981.90 കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ കരാർ നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ഭീകരവിരുദ്ധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനുമാണ് ഈ നീക്കമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിന്റെയും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിൽ പ്രാപ്തരാക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി. വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent.
That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെ പാണക്കാട് എത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. ഇരുവരും മധുരം കൈമാറി വലിയ വിജയത്തിന്റെ ആഹ്ലാദം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഷൗക്കത്ത് എത്തിയത്. വളരെ സന്തോഷമുണ്ട്, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണിതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളത്തെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞത്തിന്റെ പ്രയാണമാണ് നടത്തുവാൻ കഴിഞ്ഞത്. അതിന് നിയോഗമാകാൻ ഷൗക്കത്തിന് സാധിച്ചുവെന്നും എല്ലാവിധ ആശംസകളും വിജയങ്ങളും ഷൗക്കത്തിന് നേരുകയാണെന്നും ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷൗക്കത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പട്ടം SUT ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറക്കി. ഹൃദയാഘാതത്തെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു VSനെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ഇന്റൻസിവിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ സംഘമാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ VS അച്യുതാനന്ദനെ കാണാൻ ആശുപത്രിയിലെത്തിയിരുന്നു. നേരിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ ഡോക്ടർമാരോടും ബന്ധുക്കളോടും ആരോഗ്യസ്ഥിതി തിരക്കിയ ശേഷം മടങ്ങി. ഞായറാഴ്ചത്തെ പതിവ് പരിശോധനയ്ക്ക് ശേഷം ആശുപത്രി വിട്ട VSന് തിങ്കളാഴ്ച രാവിലെയാണ് ഹൃദയാഘാതമുണ്ടായത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവരടക്കമുള്ള നേതാക്കൾ VSനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു. സുരേഷ് ഗോപി നായകനായി എത്തുന്ന JSKയ്ക്ക് പ്രദർശനാനുമതി വൈകുന്നതോടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. ഹൈക്കോടതിയിൽ ഹർജി നൽകാനുള്ള നടപടി തുടങ്ങി. സുരേഷ് ഗോപി ചിത്രത്തിന് ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ചിത്രത്തിന്റെ ജാനകി എന്ന പേര് മാറ്റണമെന്ന നിലപാടിലാണ് കേന്ദ്ര സെൻസർ ബോർഡ്. നേരത്തെ സുരേഷ് ഗോപി ചിത്രം JSKയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.